தமிழ் இண்டஸ்ட்ரியில் இந்த மாதிரி பிரச்சனை இல்லை சார், கேரளாவில் தான் இருக்குது. പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ തമിഴിലില്ല. നടൻ ജീവൻ എന്ന് പറഞ്ഞ കാര്യമാണ്. എന്തായാലും കേട്ടോക്ക്. தமிழ் இண்டஸ்ட்ரியில் இந்த மாதிரி பிரச்சனை இல்லை சார், கேரளாவில் தான் இருக்குது. நாங்கள் எல்லாருமே അതായത് ഇന്ന് പുള്ളി എവിടെയോ എന്തോ ഒരു ഇനാഗുറേഷൻ ടച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ചോദ്യം അവിടെ പത്രക്കാരൻ ചോദിക്കുന്നത്. അപ്പം വളരെ വ്യക്തമായിട്ട് ജീവ പറയുന്നുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലാന്ന്. ഈ പറഞ്ഞതിനെ ശക്തമായിട്ട് ഞാൻ എതിർക്കും. ഞാനെന്നല്ല, ഏതൊരാളും അതിനെതിർക്കും. മലയാള ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും മറാഠിയിലും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ ഉണ്ട്. അതാ മലയാള ഇൻഡസ്ട്രിയിൽ മലയാളികൾ മാത്രം, മലയാള ഇൻഡസ്ട്രി എന്താ പറയുക, നടന്മാരും മറ്റേ കോവർക്കേഴ്സും ബാക്കിയുള്ള ഡയറക്ടേഴ്സും മാത്രം ഇമാതിരി പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു ജീവ നിങ്ങളോടുള്ള ഇഷ്ടം അങ്ങോട്ട് പോവുള്ളൂ. നിങ്ങൾക്കും പച്ചക്കറിയാം, തമിഴിലുള്ള എല്ലാവർക്കും പച്ചക്കറിയാം. വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് തമിഴ് ഇൻഡസ്ട്രിയിലും എല്ലാത്തിലും ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ കാണും. അതില്ലാതെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ അവിടെ ഒരു കമൻറ്റും പറയരുതായിരുന്നു. ഇന്ന് രജനീകാന്ത് ഒരു കാര്യം പറഞ്ഞു, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പുള്ളി ഒന്നും അതായത് പുള്ളിയാണ് ഏറ്റവും സീനിയർ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടർ. പുള്ളി അതങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്കി. പക്ഷെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ തമിഴിലില്ല മലയാളത്തിലാണ് പ്രശ്നം എന്ന് പറഞ്ഞതിൽ നിങ്ങൾ പറഞ്ഞതിൽ ഒരു തരി സത്യം ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം, അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം, ഇത് കേൾക്കണ നമുക്കും അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ കുറേ ആൾക്കാർ വന്ന് നമ്മുടെ മലയാള ഇൻഡസ്ട്രി തെറ്റ് ചെയ്തവരുണ്ട്, അവർക്ക് ശിക്ഷ കിട്ടട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് കിട്ടട്ടെ. പക്ഷേ മൊത്തം ഇന്ത്യയിലെ ഈ ഒരു മൊത്തം ഫിലിം ഇൻഡസ്ട്രീസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മൂവി ചെയ്തിരുന്നതും അത് ഏത് റേഞ്ചിലാണെങ്കിലും, അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സ്റ്റൈല് നമ്മളെ മലയാള സിനിമ അത്രയും ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നത്. ഈ സമയത്ത് തന്നെ എങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെ. അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ട് ഒരു ചീത്തപ്പേര് വന്ന് ഒരു ബാക്കൗട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെ മുതലെടുക്കുന്ന പല മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട് അതിനെ മുതലെടുക്കുന്ന ആൾക്കാർ. അവരതിനെ മുതലെടുത്ത് നമ്മളെ താറുമാറാക്കാനുള്ള ട്രൈ അവർ ചെയ്യുള്ളൂ. അല്ലാണ്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ആരും അത് ചെയ്യാൻ പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഇപ്പം റീസെൻ്റ്ലി റിലീസിൽ വെച്ച സകല മൂവീസും മാറ്റി വെക്കുന്നുണ്ട്. എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. റിലീസൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എന്താ ഈ സമയത്ത് അങ്ങനത്തെ ഒരു മൂവി ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണില്ല. ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക, ഇന്ന് ഏത് പേര്, നാളെ ഏത് പേര് വരും, മറ്റന്നാൾ ആരെ പേര് വരും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആരും ഫിലിം കാണാൻ പോകുന്നില്ല. ഇതിൻ്റെ അതായത് ഈ തെറ്റ് ചെയ്ത ആളുകളും അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരല്ലാത്ത ആൾക്കാരുണ്ട്. കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ എത്ര അടിയെ കിട്ടിയെന്ന് അറിയോ? അല്ലാത്ത കഷ്ടപ്പാട് തന്നെ ആയിരിക്കും അവരൊക്കെ പോകുന്നത്. വലിയ വലിയ നടന്മാരും നടിമാരും ഈ പറഞ്ഞ WCCക്കാരും അമ്മക്കാരും ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരൊക്കെ മാക്സിമത്തിൽ എത്തിയ ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനത്തെ ആരോപണങ്ങൾ പറയാം, കൊളത്തി വിടാം. അവർ താഴ്ന്ന് നമ്മളെ ഒരു എന്താ പറയുക ഫെമിനിസം ചിന്താഗതി വെച്ച് ഫെമിനിസ്റ്റായിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ട്, അല്ലെങ്കിൽ അവർ ഫെമിനിസ്റ്റ് ആവുന്നവരെ അവരിതിനേക്കാൾ അങ്ങ് തറ പരിപാടി ചെയ്തിട്ടായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക. എത്തിക്കഴിയുമ്പം നമ്മൾ വന്ന വഴി അങ്ങ് ഓർത്തിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കണം എന്നുള്ള തോന്നൽ വന്നിട്ട് ഞങ്ങൾ സേഫ് പ്ലേ കളിച്ചിട്ട് ബാക്കിയുള്ളവർ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്നും പറഞ്ഞങ്ങ് തള്ളിവിടുന്ന പരിപാടി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പലരുടെയും പേര് ഇപ്പം ഇന്നും ഇന്നലെയും മെനിയാന്നൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നുമുണ്ട്. അവർ കാണിച്ച ചെറ്റത്തരങ്ങളും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവ പറഞ്ഞ ഈ കാര്യം കേട്ടപ്പം എനിക്ക് തോന്നിയ കാര്യമാണിത്. എനിക്കെന്നല്ല, എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെ ഇത്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ജീവ പറഞ്ഞതിനെ 100% ഞാൻ എതിർക്കുന്നേ ഉള്ളൂ. അതല്ല എന്ന അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യും.